ഇത് രാഹുൽ സോണിയ എന്നീ രണ്ട് നേതാക്കളെ വിവാദത്തിൻ്റെ ഉപരിതലത്തിൽ നിർത്താൻ എല്ലാ കാലവും രാഷ്ട്രീയമായി BJPയെ സഹായിക്കും എന്ന ഒരു ഘടകം അവിടെ ഉണ്ട് താനും. ഇത് ശരിയെങ്കിൽ, EDയുടെ കയ്യിൽ തെളിവുണ്ട് എങ്കിൽ, ഈ പറഞ്ഞതൊക്കെയും ശരിയെങ്കിൽ, രാഹുലും സോണിയയും മാത്രമല്ലല്ലോ കോൺഗ്രസും വലിയ പ്രതിരോധത്തിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ ഒരു ചോദ്യം ഉയർന്നു കേൾക്കും. അതാണ് നേരത്തെ ശ്യാംരാജ് ചോദിച്ചത്. വഞ്ചിച്ചത് സ്വാതന്ത്ര്യ സമര സേനാനികളെയല്ലേ? എന്തിന് മുതുമുത്തച്ഛൻ നെഹ്റുവിനെ പോലുമല്ലേ? വഞ്ചിച്ചോ ഇല്ലയോ എന്നൊക്കെ തീർപ്പ് കൽപ്പിക്കാനുള്ള സമയമായിട്ടില്ലല്ലോ. ED ഒരു കുറ്റപത്രം കൊടുത്തു എന്നതുകൊണ്ട് അത് അന്തിമം ആകണമെന്നൊന്നും ഇല്ലല്ലോ. EDയുടെ ഫൈൻഡിങ്സ് എല്ലാം ശരി ആണെങ്കിൽ കഴിഞ്ഞ 10 വർഷത്തിനകം 193 കേസുകളാണ് ED. ഇത് കൃത്യമായി തന്നെ ഈ 2025 മാർച്ച് 20 കേന്ദ്ര ധനകാര്യമന്ത്രി പാർലമെന്റിൽ കൊടുത്ത മറുപടിയാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 193 കേസുകളാണ് ED ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത് കുറ്റപത്രം കൊടുത്ത് കേസിന്റെ വിചാരണയും ഒക്കെ മുന്നോട്ട് പോയത്. അതിൽ ശിക്ഷിച്ചത് വെറും 2 പേരെ. ഞാൻ പേര് പറയാം. ഒന്ന് ഹരിനാരായൺ റായ്, 2 അഗ്നോഷ് എക്ക. ഈ 2 പേരെ മാത്രമാണ് ഈ 193 കേസിൽ ശിക്ഷിച്ചത്. ബാക്കി 191 കേസുകളും കോടതി തള്ളിക്കളഞ്ഞു. ഇപ്പോൾ ED ഒരു കുറ്റപത്രം ഇവിടെ കൊടുത്തു എന്ന് പറഞ്ഞത് കൊണ്ട് ED എന്തിന് കുറ്റപത്രം കൊടുത്തു അതിന് ഞാൻ കൃത്യം ഉത്തരം പറയാം. ഈ കേസിലെ FIR സമർപ്പിച്ചപ്പോൾ തന്നെ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും കോടതിയിൽ ഹാജരായി ജാമ്യം എടുത്തു. അന്ന് കോടതി പറഞ്ഞു 364 ദിവസത്തിനകം, കൃത്യമായി 364 ഡേയ്സ് അതിനകം ED കുറ്റപത്രം സമർപ്പിച്ചിരിക്കണം. 364 കഴിഞ്ഞ് 365 ദിവസമാണ് ED ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഈ കേസ് അതിന്റെ തുടക്കത്തിന് കാരണമായത് നമുക്കറിയാം സുബ്രഹ്മണ്യ സ്വാമിയാണ്. അദ്ദേഹം എന്തെങ്കിലും ഒരു പരാമർശം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അദ്ദേഹം നടത്തുന്നുണ്ടോ? അദ്ദേഹത്തിന് തന്നെ അറിയാം ഇത് കെട്ടിച്ചമച്ച കേസാണെന്നുള്ളത്. കാരണം 2013 അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട്, ഇതിന്റെ പരാതിയുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കുന്നത്. ED അല്ല, കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ED അന്വേഷണം നടത്തുന്നത്. ED പറഞ്ഞു അന്ന്, ഇപ്പൊ നിങ്ങൾക്ക് പറയാം, അന്ന് കോൺഗ്രസ് ആണല്ലോ ഭരിച്ചത്, കോൺഗ്രസിന്റെ സ്വാധീനം കൊണ്ടാണല്ലോ ED ഈ കേസിൽ ഒരു തെളിവുമില്ല എന്ന് പറഞ്ഞ് ഇത് തള്ളിക്കളഞ്ഞു എന്നുകൂടെ പറയാം. പക്ഷെ അതന്ന് കോടതി ശരിവെച്ചു. ED ഇവർക്കെതിരെ ഈ കേസ് പിന്നെ സുബ്രഹ്മണ്യ സ്വാമിയുടെ വ്യാജ ആരോപണമാണ് എന്ന് ED അത് ഫൈൻഡ് ഔട്ട് ചെയ്തപ്പോൾ കോടതി ശരിവെച്ചു. അത് അവിടെ നിൽക്കട്ടെ. ശരി, 2014 ആര് അധികാരത്തിൽ വന്നു? ശ്രീ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നു. ഈ 2014 മുതൽ 2020 വരെ നിങ്ങൾ എവിടെയായിരുന്നു? ചോദിക്കട്ടെ, സുബ്രഹ്മണ്യ സ്വാമി എവിടെയായിരുന്നു? അദ്ദേഹം BJPയിലായിരുന്നല്ലോ, BJPയുടെ നേതാവായിരുന്നല്ലോ, ഇന്നും BJPയുടെ നേതാവായിരുന്നല്ലോ. ഈ 6 വർഷം ഈ ED വീണ്ടും ഈ കേസ് അന്വേഷിക്കണമെന്നോ പുനരന്വേഷിക്കണമെന്നോ എന്തെങ്കിലും ഇദ്ദേഹം ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഏതെങ്കിലും ഒരു കോടതിയെ സമീപിച്ചിട്ടുണ്ടോ? ഒരു കോടതിയെ സമീപിച്ചിട്ടില്ല. 2020 വീണ്ടും ഈ കേസ് കുത്തിപ്പൊക്കി. ആര്? എന്തിനു വേണ്ടി? രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നടത്തി ഇവിടെ വലിയ സ്വീകാര്യത രാഹുൽ ഗാന്ധിക്ക് കിട്ടുന്നു എന്ന് മനസ്സിലായപ്പോൾ പിൻവാതിലിലൂടെ വീണ്ടും EDയെ കൊണ്ട് ഈ കേസ് കുത്തിപ്പൊക്കി അന്വേഷിച്ചു. രാഹുൽ ഗാന്ധിയെ തുടർച്ചയായി 5 ദിവസം 56 മണിക്കൂർ ചോദ്യം ചെയ്തു. ഒരു തെളിവ് കിട്ടിയില്ല. എന്നിട്ട് കോടതി അന്ന് പറഞ്ഞ മാൻഡേറ്ററി, ഞാൻ പറയാണ് 364 ദിവസത്തിനകം കുറ്റപത്രം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് 2 ആഴ്ച മുന്നേ കുറ്റപത്രം കൊടുത്തു. അതിന്റെ തന്നെ പറഞ്ഞു. ബഹുമാനപ്പെട്ട കോടതി ചോദിച്ച ചോദ്യം, നിങ്ങൾ ഇതെന്താ ഒരു തെളിവ് പോലും ഇല്ലാതെ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു കേസുമായി നിങ്ങൾക്ക് വരാൻ പറ്റുമോ? കുറ്റപത്രം കൊടുക്കാൻ പറ്റുമോ? ഞങ്ങൾ വലിച്ചു കയറി ഇത് പിന്നെ ഡസ്റ്റ്ബിന്നിൽ ഇടുമെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും പിന്നെ ED പോയി പിന്നെ ഇപ്പൊ ഒരു കുറ്റപത്രമായിട്ട് വന്നേക്കുക എന്ന് കോടതി ചോദിച്ചൊരു ഒരു പരാമർശം മാത്രം ഞാൻ നടത്താം. ഇവിടെ ഡ്യൂറിംഗ് ദ ഹിയറിംഗ് ദ കോർട്ട് ഓറലി ആസ്ക്ഡ് underlying allegation is ownership is implicitly transferred to first 2 accused, that is International Congress and Young India. ചോദിക്കുക, ഇതിൽ ആരാണ് ഇതിന്റെ യഥാർത്ഥ ഓണർ? ഇപ്പോൾ ഈ പറയുന്ന അസോസിയേറ്റഡ് ജേർണൽസിന്റെ അല്ലെങ്കിൽ നാഷണൽ ഹെറാൾഡിന്റെ ഒക്കെ ഇപ്പോഴത്തെ ഉടമസ്ഥൻ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ EDയുടെ വക്കീൽ പറയുക, ഹൊസൈൻ എന്ന് പറയുന്ന ആളാണ് EDയുടെ വക്കീൽ, submitted that he shall come back with answers on the court queries. എന്താ, ഞാൻ തിരിച്ചു വരാം, പോയിട്ടേ ഞാൻ ഇതിന്റെ ഈ കോടതി ചോദിച്ച ഉത്തരവായിട്ട് തിരിച്ചു വരാം. ഇപ്പോൾ ഇവർക്ക് അറിയില്ല ആരാണ് ഇതിന്റെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ നാഷണൽ ഹെറാൾഡിന്റെ ഈ പറയുന്ന നിങ്ങൾ പറയുന്ന 2000 കോടിയെല്ലാം ഞാൻ കൃത്യമായി പറയാം. നരേന്ദ്രമോദിയുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് പറഞ്ഞത് 650ഓളം കോടി രൂപയുടെ അസറ്റ് ആണ് ഇതിനകത്തുള്ളത്. അവർ അസസ് ചെയ്ത് ഈ പ്രോപ്പർട്ടീസ് മുഴുവൻ അസസ് ചെയ്തിട്ട് പറഞ്ഞു 650 കോടിയോളം രൂപയുടെ പിന്നെ അസറ്റ് ആണ് പിന്നെ ഉള്ളത്. ഇതിന്റെ ഓണർഷിപ്പോഴും ആർക്കാണ്? ഇതിന്റെ കൺട്രോളിംഗ് അതോറിറ്റി മാത്രം. കാരണം അതിന് സാങ്കേതികത്വം മാത്രമേ ഉള്ളൂ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കടമായി കൊടുത്ത പണം, കാരണം ആ കടമായി കൊടുത്ത പണം ഇതിന് ആ കടം ഈ പറഞ്ഞ ഓഹരി ഒരു പാർട്ടിക്ക് എടുക്കാൻ കഴിയും.
ഭാരതീയ ജനതാ പാർട്ടിക്ക് BJP-യുടെ പിന്നെ കീഴിലുള്ള എത്രയോ പ്രസ്ഥാനങ്ങളുണ്ട്, എത്രയോ പിന്നെ അതിന്റെയൊക്കെ ഓഹരികൾ BJP എന്ന് പറയുന്ന പാർട്ടിക്ക് ഏറ്റെടുക്കാൻ കഴിയുമോ? ഇല്ല. അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് ആദ്യം ഒരു കറക്ഷൻ എനിക്കുണ്ട്. ബഹുമാനപ്പെട്ട കൃഷ്ണനാഥ് അത് തിരുത്തുകയുണ്ടായി. ഓസ്കാർ ഫെർണാണ്ടസ് അന്ന് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിരുന്നു. അന്ന് പാർട്ടിയുടെ ഖജാൻജി എന്ന് പറയുന്നത് മോത്തിലാൽ വോറയായിരുന്നു. കൃത്യമായി എന്താണ് പാർട്ടി പ്രസിഡന്റ്, പാർട്ടി ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി, അതുപോലെ തന്നെ പാർട്ടിയുടെ ഖജാൻജി, ഇത്രയും ആളുകൾ ഫോം ചെയ്തുകൊണ്ട് ഒരു കമ്പനി ഉണ്ടാക്കി. 50 ലക്ഷം രൂപ ആ കമ്പനിക്ക് കൊടുത്തു. ബാക്കി കടം കോൺഗ്രസ് പാർട്ടി എഴുതി തള്ളിയതായി രേഖകൾ കാണിച്ചു. അപ്പോൾ നിങ്ങൾ പരിശോധിക്ക്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇവിടെ മറവിലോ ഒളിവിലോ ഇരുന്ന് രാഷ്ട്രീയ പാർട്ടിയല്ല, അത് ഒരു രജിസ്ട്രേഡ് രാഷ്ട്രീയ പാർട്ടിയാണ്. ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങളുടെ അക്കൗണ്ടുകൾ മുഴുവൻ നിങ്ങൾ ഫ്രീസ് ചെയ്തില്ലേ? രാഹുൽ ഗാന്ധിക്കോ ഞങ്ങളുടെ നേതാക്കന്മാർക്കോ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ പോലുമുള്ള പൈസ ഇല്ലേ? അക്കൗണ്ടുകൾ നിങ്ങൾ ഫ്രീസ് ചെയ്തു. സുപ്രീം കോടതി ഇടപെട്ടില്ലേ? സുപ്രീം കോടതി ഇടപെട്ടെന്താ ആ അക്കൗണ്ടുകൾ മുഴുവൻ റിലീസ് ചെയ്തില്ലേ? ഇത് ഞങ്ങളിവിടെ ഞാൻ പറഞ്ഞില്ലേ, കോൺഗ്രസ് നിങ്ങൾ അങ്ങനെയൊക്കെ ചുമ്മാ കോൺഗ്രസിനെ അടച്ചാക്ഷേപിക്കാതെ. ചിരഞ്ജീവി നമ്മൾ ചർച്ച ചെയ്തില്ല, തുർക്കിയിൽ കോൺഗ്രസ് ഓഫീസ് റിപ്പബ്ലിക്കൻ TV മാപ്പ് പറഞ്ഞോ? ഈ രാജ്യത്ത് കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്തത് ചിരഞ്ജീവി. ഞാൻ ഉൾപ്പെടെ വന്ന് പിന്നെ ഞാൻ എന്റെ പാർട്ടിയെ പ്രതിരോധിക്കാൻ വേണ്ടി കോൺഗ്രസ് ഒരിക്കലും പിന്നെ ഇസ്താംബുളിലോ തുർക്കിയിലോ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഓഫീസില്ല. ഇത് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് എന്ന് പറയുന്നത് 125 രാജ്യങ്ങൾ ഞാൻ വാദിച്ചതാ. TV അന്തസ് കാണിച്ചു, അവർ മാപ്പ് പറഞ്ഞു. ഒരു പരാമർശം നിങ്ങൾ എത്ര ദിവസം ചർച്ച നടത്തി? തുർക്കിയിൽ എന്താണ് കോൺഗ്രസിന് പിന്നെ താല്പര്യം? തുർക്കിയിൽ എന്താണ് കോൺഗ്രസ് ഓഫീസ് തുറന്നത്? തുർക്കിയുമായി കോൺഗ്രസിന് എന്താണ് രഹസ്യബന്ധം? എന്താണ് ബിസിനസ് താല്പര്യം? നിങ്ങൾ ചർച്ച ചെയ്തില്ലേ? വാക്കെങ്കിലും പരാമർശം ഞങ്ങൾ ചർച്ച ചെയ്തല്ലോ തെറ്റായി പോയി, ഞങ്ങൾ പറഞ്ഞതല്ലോ തെറ്റായി പോയി.